നേരം കരീം ഇപ്പോ ചോദിച്ചത് അത് നല്ലൊരു പോയിന്റാണ്, ഒരു ചോദ്യമാണ്. എന്ത്? മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകള് വല്ലേ തടത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായി കൂടാതുത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന് വിളിച്ച് നമ്മളിപ്പോ ഇവിടുന്ന് യാ ഗൗസ് യാ മുഹിയുദ്ദീൻ എന്ന് വിളിച്ചാല് അങ്ങനെ ഉത്തരം ചെയ്യാനുള്ള കഴിവ് ആർക്ക് കൊടുത്തിട്ടുണ്ടോ? ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിനെന്ത് രേഖയാ ഉള്ളത് എന്നാ? അത് നല്ലൊരു ചോദ്യമാണ്. അല്ല, നിങ്ങൾ കേൾക്കേണ്ട വിഷയമാണ്, നല്ലൊരു ചോദ്യമാണത്. ആ ചോദ്യത്തിന് നമ്മൾ അതിന് തള്ളിക്കളയുന്നൊന്നുമില്ല. പക്ഷേ ഇതിപ്പോ ചക്കേറ്റപ്പോ മൗലൂട്ടി എന്ന് പറഞ്ഞ മാതിരി ഒരു കാര്യം അതിന്റെ ഇടക്ക് പറയാണ്ടിരിക്കാൻ പറ്റൂല. ഇന്ന് ശ്രദ്ധിക്കണം, എല്ലാവരും അഡ്മിന്മാര് ശ്രദ്ധിക്കണം. കുറെ ജിന്നുകളെ നമ്മളെ അസ്കർകാരത്തോട് SGB അയച്ചു വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറെ ആളുകളെ കയറൂരി വിട്ട ദിവസമാണ് ഇന്ന്. അതുകൊണ്ട് ജിന്നു ഇൻസൊക്കെ വന്നുകൊണ്ട് പോയിക്കൊണ്ടൊക്കെ നിൽക്കും. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധ വേണം റൂമിന്റെ കാര്യത്തിൽ. അതിന്റെ ഒരു ജിന്ന് ഇന്ന് നല്ല രസകരമായ ഒരു സംസാരം പോസ്റ്റ് ചെയ്തിരുന്നു. ആ വിഷയം കൂടി ഇതിന്റെ ഇടക്ക് പറയാം ഞാൻ. മഹാനായ CM മടവൂർ അല്ലാഹു അവിടുത്തെ ദർജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. മഹാനവർകളെ കുറിച്ചുള്ള ഒരു പരാമർശം ഇന്ന് ഹുസൈൻ സലഫി ഹുസൈൻ സലഫിന്റെ ഒരു ക്ലിപ്പ് ഇതിന്റെ കൂടെ തന്നെ പറയാം. ഇതന്നെയാണ് വിഷയം. എന്താ സംഭവം എന്ന് ചോദിച്ചാല്, ഒരു ഉസ്താദ്, ഒരു മൗലവി, എന്താണ് എനിക്കറിയില്ല കേട്ടോ, എന്താ ഉസ്താദ് ആരാന്നുള്ളത് അല്ലാഹു അലം എനിക്കറിയില്ല. അതായത് അദ്ദേഹം പറയുന്ന വാക്ക് ഇതാണ്: ഒരാള് സൗദിയിൽ ഒരു ജയിലിൽ കുടുങ്ങി. നിങ്ങൾ കേൾക്കണം, കഥ കേൾക്കണം, ഭയങ്കര സംഭവപ്പത്. നിരപരാധിയാണ്, അകാരണമായി തെറ്റിദ്ധാരണയുടെ രൂപത്തിലോ അതോ ജയിലിൽ കുടുങ്ങിയതാണ്. 2-3 ദിവസം കഴിഞ്ഞാലോ, ഈ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ മൂപ്പര് സ്വാഭാവികം ചിന്തിച്ചു, എന്റെ ഷെയ്ഖ് ഉണ്ടല്ലോ വഫാത്തായ ആര് CM മടവൂർ, മഹാനവർകളെ ഞാനൊന്ന് വിളിച്ചാൽ എനിക്ക് ആ സഹായം കിട്ടുമല്ലോ, എന്നാ പിന്നെ ഞാൻ വിളിക്കുക. കേൾക്കണങ്ങള്, ഇതിന്റെ ഗൗരവങ്ങൾ കേൾക്കണം. എനിക്ക് ചിരിയാ വന്നത് സത്യത്തില്. അപ്പൊ വിളിക്ക, ആ ഷെയ്ഖ് എന്ന് വിളിച്ചു. കെരീമ് പോയിട്ടോ, കാരണം ഞാൻ അതിനേക്കാളും വലിയ സംഭവമാണ് മൂപ്പര് നെഞ്ഞത്തേക്ക് ഇടുന്നത്. മൂപ്പര് ഷെയ്ഖിനെ വിളിച്ചു. ആര്? CM മടവൂർ മഹാനവർകളെ വിളിച്ചു, CM ഷെയ്ഖിനെ വിളിച്ചു. ഉടനെ തന്നെ വിളിച്ചു വായ വെക്കുന്നതിന് മുമ്പ് വായിക്കൂടാതെ അതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് എവിടെ? കോഴിക്കോട് മറവ് ചെയ്യപ്പെട്ട മഹാനായ ഷെയ്ഖ് CM മടവൂർ എവിടെയുണ്ട്? സൗദിയിലെ ജയിലിൽ അങ്ങോട്ട് കയറി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ വിളിച്ചില്ലേ എന്ന് ചോദിച്ചിട്ട് അവിടെ വന്നു. ഏതായാലും തുറക്കപ്പെടാത്ത വാതിൽ തുറന്നു. അദ്ദേഹത്തിന്റെ കയ്യും പിടിച്ച് 2-3 പേപ്പർ കഷ്ണമൊക്കെ ആയിട്ട് പറഞ്ഞ വാക്കുകൾ ഒന്നും കളവില്ലാതെ ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ പോയി അവിടുത്തെ മുദീറിനോട്, ജയിൽ സൂപ്രണ്ടിനോട് സംസാരിച്ചു. അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടു. അദ്ദേഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറഞ്ഞ സംഭവം. ഇതെങ്ങനെയാ നടക്കുക? ഇതാണ് ആരെ ചോദ്യം? വല്ലാതെ ചോദിച്ച ചോദ്യമാണിത്. ഇപ്പൊ ആര് ചോദിച്ച ചോദ്യം തന്നെ? എനിക്കിത് 2 കൂടി ഒരു വെടിക്ക് 2 ലക്ഷം പൊട്ടിക്കോട്ടെ വെച്ചിട്ടാ. എന്തോരു ചോദ്യമായിട്ടാ മുജാഹിദീങ്ങൾ ആഘോഷിച്ചതാണിപ്പത്. എന്ത്? ഇതൊക്കെ വിശ്വസിക്കാൻ, ഈ കളവ്, ഈ വഞ്ചന, ഇതൊക്കെ പഠിപ്പിക്കാൻ, ഇതൊക്കെ വിശ്വസിക്കാൻ സുന്നികളെ നിങ്ങൾക്കെന്താ ഫിറാന്തുണ്ടോ എന്നുള്ള രൂപത്തിലാണ് ചോദിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇതാരെപ്പറ്റിയായി പറഞ്ഞത്? അതാ സൗദി അറേബ്യയിൽ വിളിച്ച നേരത്ത് തന്നെ മടവൂർ കയറി വരുന്നു, കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുപോകുന്നു, ജയിലധികാരികളുമായി സംസാരിക്കുന്നു, നിരപരാധിത്വം വെളിപ്പെടുത്തുന്നു, ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടുന്നു. ഇത് പറയുന്നത് സാധാരണ ഏതെങ്കിലും ഉമ്മാമക്കഥകളാണെങ്കിൽ, കേട്ടുകേൾവിയാണെങ്കിൽ നിഷേധിക്കാമായിരുന്നു. ഉത്തരവാദപ്പെട്ട ഒരു മുസ്ലിയാര്, അയാൾ CM മടവൂരിന്റെ പോരിശ പറയുന്ന മജ്‌ലിസിൽ വെച്ചിട്ട് ഈ കള്ളം പറയുന്നത് ഈ വിശ്വാസരംഗത്തുള്ള ഏറ്റവും ഈ സമുദായം എത്തിപ്പെട്ടിട്ടുള്ള അധപ്പതനത്തിന്റെ ആഴം നിങ്ങൾക്ക് ബോധ്യമാകാൻ
പറയുന്നത് നിങ്ങളൊന്ന് കേട്ടോ. സൗദി അറേബ്യയിലെ ജയിലിൽ അകപ്പെട്ട മനുഷ്യൻ CM-നെ വിളിച്ചപ്പോ CM അവിടെ ഓടിയെത്തുന്നു, കൂട്ടിക്കൊണ്ടുപോയി രക്ഷപ്പെടുത്തി. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ഈ സമുദായം എവിടേക്കാ എത്തി നിൽക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ദീന്, ആ ദീന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു പഠിപ്പിച്ചു കൊടുത്ത ആ ദീനില്ലേ, ആ ദീന് പൂർത്തിയാക്കി തന്ന് ഇസ്ലാമിന്റെ സുന്ദരമായ അഖീദകളൊക്കെ വളരെ കൃത്യമായി വിശദീകരിച്ചു പോയ പുന്നാര റസൂലിന്റെ സ്നേഹിക്കുന്നു എന്നവകാശപ്പെടുന്ന കക്ഷികൾ എന്തൊക്കെയാണ് ഈ സമൂഹത്തിന്റെ മുമ്പിൽ പ്രചരിപ്പിക്കുന്നത് എന്ന അപകടമൊന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആ പറയുന്ന കഥയും മുസ്ലിയാരെയും ഒന്ന് കേൾക്കുകയും കാണുകയും ചെയ്തോളൂ. വെള്ളിമാടൊന്നുമില്ല ഒരു വീരാനാജി ഒരിക്കൽ എന്നോട് ശിരവള്ളി എന്ന് പറയണ്ടേ, മോനെ ഇതാരായി കിടക്കുന്ന എനിക്കറിയോ, ഈ മഹാനായ മടവൂരിനെ ഇങ്ങനെ അറിയോ എന്ന് ചോദിച്ചിട്ട് ഈ വീരാനാജി മരിച്ചുപോയി. അദ്ദേഹം എന്നോട് പറയാണ്, ഞാന് പിന്നെ മക്കത്ത് സൗദി അറേബ്യയിൽ ഒരു ജയിലിൽ കുടുങ്ങി, നിരപരാധിയായിട്ട് കുടുങ്ങിയതാ മോനെ. ഒരു തെറ്റും എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഉദ്ദേശിച്ചിട്ടുമില്ല. അങ്ങനെ ഞാൻ നിരപരാധിയായി ജയിലിൽ കുടുങ്ങിയപ്പോ ഞാന് കുറച്ചെല്ലാണെന്ന് വിഷമിച്ച് 1-2 ദിവസം ഇങ്ങനെ വിഷമിച്ച് ഞാൻ 2-ാം ദിവസവും ഞാനിങ്ങനെ ചിന്തിച്ച്, ഞാൻ എന്തിനാ ഈ ഷെയ്ഖിന്റെ അടുത്തിങ്ങനെ പോയാല്? എന്റെ ഒരു ഷെയ്ഖാണല്ലത്, എപ്പോ മൂപ്പരായിട്ട് CM വലിയുള്ളതായിട്ട് ബന്ധപ്പെടുന്ന ആളാ. അയാൾ ചിന്തിച്ചോലെ എനിക്ക് ഈ മൂപ്പരൊന്ന് വിളിച്ച് പറയാലോ, എന്തെങ്കിലും ഒരു തുറപടി, ഇതൊക്കെ കാണില്ല മൂപ്പര്. അങ്ങനെ ഒരൊറ്റ വിളി ഷെയ്ഖൻ. അയാൾ ഷെയ്ഖിന്റെ വള്ളിന്റെ പടിഞ്ഞാറ് തെരുവ് നിന്നോട് പറയില്ല, മോനെ ഞാൻ ഈ വിളിയാട് വിളിച്ചതിന്റെ ശേഷം നേരെ ജയിലിലേക്ക് കേറി ഇങ്ങോട്ട് വന്ന് എന്റെ കൈ ഇങ്ങോട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് ഓഫീസിൽ കൊണ്ടുപോയിട്ട് കുറെ നേരം അറബിയിൽ ബഹുമാനപ്പെട്ട മടവൂർ സംസാരിച്ച് ഇയാൾ കുറ്റവിമുക്തനാണ് എന്ന് ബോധ്യപ്പെടുത്തി അതിന്റെ കടലാസോടുകൂടി എന്നെ കൊണ്ടുവന്നിട്ട് എന്റെ റൂമിലാക്കി. പിന്നെ ഞാൻ മൂപ്പരെ കാണില്ല. പിന്നെ ഇവിടുന്ന് എങ്ങനാ മോനെ പോരാ? കണ്ടോ, കേട്ടില്ലേ? ഇതൊക്കെ ഇപ്പൊ വെറുതെ പറയാന്ന് വിചാരിക്കും. ഈ സംവിധാനം കൊണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ലേ? CM മടവൂരിനെ സൗദിന്ന് വിളിക്കുന്ന, നേരിട്ട് ജയിലിൽക്കാണ് കയറി ചെല്ലുന്നു, കൈപിടിച്ച് കൊണ്ടുപോയി ജയിലധികാരികളുമായി അറബിയിൽ ധാരാളം സംസാരിച്ച് ജയിലിൽ നിന്നാണ് മോചിപ്പിക്കുകയാണ്. എവിടെയാണ് ഈ സമുദായം? ആരാണ് ഈ പ്രസംഗിച്ച മുസ്ലിയാർ? ഇയാള് ആരാണ്? AP വിഭാഗത്തിന്റെ ആളല്ലേ? അല്ലേ? ഇത് നിഷേധിക്കാൻ കഴിയുമോ? എന്നാൽ സഹോദരന്മാരെ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതും പറയും, ഇതിലപ്പുറം ഇവർക്ക് ഇത് പഠിപ്പിച്ചത് ഇബ്നു തൈമിയ്യ പഠിപ്പിച്ചു കൊടുക്കുകയാണ് മുജാഹിദീങ്ങൾക്ക്. സംഭവം നിങ്ങൾ അതെങ്കിലും മനസ്സിലാക്കണം. നിങ്ങൾ പറഞ്ഞത് കളവാണ്, ഇത് ഭ്രാന്താണ്. ഈ ഭ്രാന്ത് ആദ്യം പിടികൂടിയ ആളാരാന്നറിയോ? നിങ്ങളെ ഷെയ്ഖുൽ ഇസ്ലാമിന് പിടികൂടിയിട്ടില്ലേ? മൂപ്പര് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ ഉണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ടായെന്ന് പറഞ്ഞിട്ടില്ലേ? എന്തോ നിങ്ങളത് വായിക്കാതെ പോയി? ഇയാൾക്ക് വിവരം കുറവാണ്. ആർക്ക്? ഈ ഹുസൈൻ സലഫി എന്ന പടുജാഹിലിന് വിവരക്കുറവാണ്. വിവരം എന്തെങ്കിലും മൂപ്പര് ഇത് പറയോ? മൂപ്പര് ഷെയ്ഖ്, മൂപ്പര് അംഗീകരിക്കുന്ന, മൂപ്പര് അങ്ങേയറ്റം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ എന്ന് പുകഴ്ത്തി പറയുന്ന ഷെയ്ഖുൽ ഇസ്ലാം എന്ത് ഇതിനെ കുറിച്ച് പറഞ്ഞത്? വളരെ വ്യക്തമായി മൂപ്പര് എന്ന് പറഞ്ഞല്ലോ. എവിടെ? ഇഖ്തിലാഇൽ വളരെ വ്യക്തമായിട്ട് മൂപ്പര് പറയും, ഇഖ്തിലാഉ സിറാത്തുൽ മുസ്തഖീം. കേട്ടോ, വഅക്സറു ഹഉലാഇ السائلين ملحين لما هم فيه من الحال لو لم يجابوا لو طرب إيمانهم كما أن السائلين له في الحياة كانوا كذلك وفيهم من أجيب وفيهم أمر بالخروج من المدينة وهذا القدر إذا وقع يكون كرامة لصاحب القدر. മനസ്സിലായില്ലേ? യകൂൻ, ഇത് സംഭവിക്കുന്നു. വഫാത്തിന് ശേഷം ഇങ്ങനെ സംഭവിക്കലുണ്ട്, ഇങ്ങനെ സംഭവിക്കും. വിളിച്ചാൽ ഉത്തരം കിട്ടലും സഹായം ചെയ്യലും ഒക്കെ ഉണ്ട്. എത്രയോ രേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, വഫാത്തിന് ശേഷം മരിച്ചവരോട് സഹായം തേടിയിട്ട് സഹായം കിട്ടിയ സംഭവങ്ങൾ ഒട്ടനവധി എനിക്കറിയാവുന്നതുണ്ട്. എന്താ ആരാ പറഞ്ഞത്? കിട്ടുമെന്നല്ല നിങ്ങളെ ചോദ്യം. നിങ്ങളുടെ ചോദ്യം എന്തായിരുന്നു? കരീം സാഹിബ് താഴത്തുണ്ടോ? കരീം സാഹിബ് താഴത്തുണ്ടോ? സുഹൃത്തുക്കളെ ഒന്ന് നോക്കണോ? എനിക്ക് അങ്ങോട്ട് പിന്നെ സ്ക്രോൾ ചെയ്യാൻ പറ്റില്ല. കരീം സാഹിബ് താഴത്തുണ്ടോ? ശ്രദ്ധിക്കണം. മാഫി, എന്നാ വേറെ ഐഡിയിലുണ്ട്.
എന്നാ വേറെ ഐഡിയയിലുണ്ട്. കരീം സാഹിബ് താഴ്ത്തിരുന്നാല് എന്തായാലും കരീമിന്റെ ഐഡിയയിൽ വന്നിരുന്ന ബുദ്ധിമുട്ടാ. കാരണം അതുകൊണ്ട് വേറെ ഐഡിയയിൽ എന്തായാലും മൂപ്പരുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അള്ളാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ശരിക്കും ശ്രദ്ധിച്ചോളൂ. എന്തായാലും പറയാ, ഇങ്ങനെ മരിച്ചതിന് ശേഷം ചോദിച്ച് കിട്ടിയത് ഒട്ടനവധി രേഖ എനിക്കറിയാം. ഇതാരാ പറഞ്ഞത്? ഇബ്നു തൈമിയ്യ പറയാ, ഹുസൈൻ സലഫി പറയാണ് അത് കളവാണ്, അത് കളവാണ്. ഞാൻ പറഞ്ഞ നോണയോ? ഞാൻ ഉദ്ധരണിയാ വായിച്ചത്, ഞാൻ ഉദ്ധരണി വായിച്ചിട്ടാ പറയുന്നത്. ഇനി കേട്ടോ, അൽ ബിദായ വൻ നിഹായ ഞാൻ മുമ്പ് പറഞ്ഞു, ഞാൻ മുമ്പ് ഇവിടെ ഉദ്ധരിച്ചിരുന്ന ആ വിഷയം. ആര്? ഇബ്നു കസീർ, ഇബ്നു തൈമിയ്യന്റെ സ്വന്തം ശിഷ്യൻ, അരുമ ശിഷ്യൻ ഇബ്നു കസീർ. അവിടുത്തെ അൽ ബിദായ വൻ നിഹായ നിങ്ങൾ കേട്ട സംഭവമല്ലേ? അൽ ബിദായ വൻ നിഹായയിൽ വഫാത്തിന് ശേഷം മരിച്ചുപോയ മഹാരഥന്മാര് വന്ന് ഇങ്ങനെ, ഏതുപോലെ സി.എം. മടവൂർ നവറല്ലാഹു മർഖദഹു അല്ലാഹുമ്മ ഇർഫഅ ദറജതഹു മഹാനവർകൾ ചെയ്തതുപോലെ തന്നെ മരിച്ചവര് വന്ന് വഫാത്തായവര് വന്ന് ജീവിച്ചിരിക്കുന്നവരോട് സംവദിച്ചതും അവരെ സഹായിച്ചതും ഇബ്നു കസീർ അൽ ബിദായ വൻ നിഹായയിൽ രേഖപ്പെടുത്തിയിട്ടില്ലേ? എന്തേ നിഷേധിക്കുന്നു? ഇവിടെ നിങ്ങൾ പറയുന്നത് അത് കളവാണെന്നല്ലേ? അത് കളവാണെന്നല്ലേ? ആരാ ഈ കളവ് പറഞ്ഞത്? ഇബ്നു കസീറോ? നിങ്ങൾ പറയണം, ഇബ്നു കസീറാണോ കളവ് പറഞ്ഞത്? ഉമൈർ ഇബ്നു ഹബീബ് സലമി റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് നിവേദനം ചെയ്യുന്ന അസർ ധരിച്ചുകൊണ്ടല്ലേ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിനുണ്ടായ അനുഭവം. നിങ്ങൾ കേട്ടതല്ലേ അത്? അല്ലേ? കേൾക്കാത്തവരുണ്ട് ഇതില്? കേൾക്കാത്തവരുണ്ടെങ്കിൽ ഞാനൊന്നും കൂടി പറഞ്ഞുതരാം, എനിക്ക് പ്രശ്നമൊന്നുമില്ല. മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരെ സഹായിച്ച അനുഭവം റിപ്പോർട്ട് ചെയ്തു അൽ ബിദായ വൻ നിഹായ. ഇവിടെ സി.എം. മടവൂരായ പറ്റൂല. ഉമൈർ ഇബ്നു ഹബീബ് സലമി ആണെങ്കിൽ അത് കള്ളത്തരല്ല, അത് സത്യാണ്, അത് സത്യാണ്. എന്ത് വിവരക്കേടാണിത്? അങ്ങനെ സംഭവിക്കില്ല എന്നല്ലേ നിങ്ങൾ ധ്വനിപ്പിക്കുന്നത്? അത് തെറ്റല്ലേ? മരിച്ചു പോയവര് ജീവിച്ചിരിക്കുന്നവരെ സഹായിച്ചിട്ടുണ്ട്, അത് ഇഷ്ടം പോലെ എനിക്കറിയാവുന്ന യാഥാർത്ഥ്യമാണെന്ന് ഇബ്നു തൈമിയ്യ ഇഖ്തിലാഇൽ പറയുന്നു. ഇബ്നു കസീർ അൽ ബിദായയിൽ തെളിവ് സഹിതം രേഖ നൽകുന്നു. പിന്നെ അതേ ക്ലിപ്പിലുള്ള വലിയ പ്രശ്നം എന്താ അറിയോ? അതേ പിന്നെ ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ്. കട്ട് മുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. പേരോട് ഉസ്താദ് പറഞ്ഞു, അതും എല്ലാം അതുകൊണ്ട് കേരട്ടായില്ലേ. ഇതിനെക്കുറിച്ച് ആർക്കും എന്തെങ്കിലും ചോദിക്കാനുണ്ട്? ഇനി ഇപ്പൊ അറിഞ്ഞ മരിച്ചുള്ള സഹായം കിട്ടുമെന്ന് ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട്, ഇബ്നു കസീർ അത് സ്ഥാപിച്ചിട്ടുണ്ട്. അവരൊന്നും ഖുർആനും ഹദീസും കാണാതെയാണോ ഇത് പറഞ്ഞിട്ടുള്ളത്? എനിക്കറിയില്ല, നിങ്ങൾ പറയണം. അല്ല, അവരെല്ലാം പിരാന്തന്മാരാണോ പൊട്ടന്മാരാണോ ദജ്ജാലിങ്ങളാണോ കസാബികളാണോ? നിങ്ങൾ തുറന്ന് പറയണം. ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ ആ വിഷയത്തിൽ? മുജാഹിദീങ്ങൾക്ക് വരാം. ഇല്ല, ആരുമില്ലല്ലോ. റൈസാന്റെ ഇനി അടുത്ത ജിന്നിന്റെ ഒരു വിഷയം പറയാനുണ്ട്. പിന്നെ അടുത്തത് ഇവർ ആഘോഷിച്ചൊരു വിഷയമാണ്. അതേ ക്ലിപ്പ് തന്നെ പേരോട് ഉസ്താദ് പറഞ്ഞു. പേരോട് ഉസ്താദിന്റെ അടുത്തേക്ക് സിറാജുൽ ഹുദയിൽ ദർസ് കേൾക്കാനും ഉസ്താദിന്റെ വയല് കേൾക്കുന്ന സദസ്സിലും ജിന്നുകൾ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞൊരു സംഭവം. അതിനെയാണ് കളിയാക്കിയത്. എന്താ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല? ഇവിടെ പ്രസംഗിക്കുന്ന പേരോട് മുസ്ലിയാർ വരെ പറയുന്നത് സിറാജുൽ ഹുദയിൽ ജിന്നുകൾ പങ്കെടുക്കാറുണ്ട്. ഒരു ക്ലാസ്സിനെ ജിന്നുകൾ പങ്കെടുക്കും. ജിന്നുകൾ പങ്കെടുക്കുമ്പോ പല കാര്യങ്ങളും അവിടെ നടക്കാറുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള സംഗതികൾ സിറാജുൽ ഹുദയിൽ ഉണ്ട്. റാത്തീബ് നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ ഒരു മുസ്ലിയാർ കുട്ടി ബോധം കെട്ട് പിറഞ്ഞു വീഴുന്നുണ്ട്. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ. എന്താണ് സിറാജുൽ ഹുദയിൽ ആദ്യമുണ്ടായത് എന്ന് ആദ്യം പറയുന്ന ഭാഗത്തിൽ നിങ്ങൾ കേൾക്കുക. കാരണം ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നൊരു വിഷയമല്ല. എപ്പോഴും ഏത് രൂപത്തിലും എവിടെയുമൊക്കെ ഇവർക്ക് ഹാജരാകാം. ആരും തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. അതിനൊക്കെ അവർക്ക് അവരുടേതായ വകുപ്പുകളുണ്ട്. അത് തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോളൂ, പേരോട് മുസ്ലിയാർ തന്നെ സിറാജുൽ ഹുദയിൽ ജിന്ന് വരുന്നതിനെ സംബന്ധിച്ചും മറ്റ് കാര്യങ്ങളെ സംബന്ധിച്ചും അയാൾക്ക് ജിന്നിനോടുള്ള ബന്ധത്തെ പറ്റിയുമൊക്കെ നിങ്ങളൊന്ന് ആദ്യം കേൾക്കുക. സംശയമില്ല, ഇൽമിന്റെ സദസ്സിൽ ജിന്നുകൾ ഉണ്ടാകും. എന്നോട് നേരത്തെ ജിന്നുകളുണ്ട്. നിങ്ങളെ അതിന്റെ സദസ്സിൽ ധാരാളം ഞങ്ങൾ പങ്കെടുക്കാറുണ്ടെന്ന് പറഞ്ഞ ജിന്നുകളുണ്ട്. ഒരിക്കൽ ഞാൻ റിഫായി റാത്തീബ് ചൊല്ലേണ്ടി വന്നു. റിഫായി റാത്തീബ് ചൊല്ലിച്ചു കുറ്റിയാടി സിറാജുൽ ഹുദയിൽ നിന്ന്.
അപ്പൊ വടകരക്കാരനൊരു മുത്തലിം ഉണ്ടായിരുന്നു. ആ മുത്തലിം ഇങ്ങനെ ദിക്റ് ചൊല്ലുന്ന സമയത്ത് പെട്ടെന്ന് വീണിങ്ങനെ ഉരുണ്ടു. അങ്ങനെ രാവിലെ ഞാൻ ഈ മുത്തലിമിനെ വിളിപ്പിച്ചു. എന്താണടാ? എന്നോട് ഉസ്താദേ ദിക്റ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ കുറെ വെള്ളത്തിലേക്കും കിട്ടും കെട്ടിയിട്ട് കുറെ ആളുകൾ വന്ന് പേരോട് ഉസ്താദ് ഇപ്പം വരും ദിക്റ് ചെല്ലടാന്ന് പറഞ്ഞു. ഞാൻ ബോധം കെട്ട് വീടുപോയി. പിന്നെ ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് എന്നോട് വിവരിച്ചു. ഞാനത് എന്നോട് ദിക്റ് ചൊല്ലാൻ വേണ്ടി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നവരുമായി ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ ജിന്നുകൾ മുഖേന തന്നെ എനിക്ക് അറിവ് കിട്ടി. അന്നത്തെ ആ ദിക്റിൽ ധാരാളം മുസ്ലിം ജിന്നുകൾ, സുന്നിയായ ജിന്നുകൾ പങ്കെടുത്തിരുന്നു. അതിലൊരു ജിന്ന് ഈ ചെറുപ്പക്കാരനെ ഒന്ന് തൊട്ടുപോയതാണ് എന്ന് പിന്നീട് എനിക്കറിയാൻ സാധിച്ചു. ഞാനിപ്പോൾ അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. അതിലേക്കൊന്നും കടന്ന് സംസാരിക്കുന്നില്ല. മൂപ്പരെ വഅദിന്റെ മജ്‌ലിസിൽ ഒരുപാട് ജിന്നുകൾ, അത് സുന്നികൾ, ഏതാ ഗ്രൂപ്പ് എന്നും കൂടി ജിന്ന് അങ്ങനെ വരൂല. വരികയാണെങ്കിൽ തന്നെ അത് ഈ പേരോടിനോട്ട് പറയൂല. അതെന്തുകൊണ്ട് പറയില്ല? ആ പേര് അങ്ങനെ പറയുന്ന പരിപാടി ജിന്നേക്കില്ല. ഇതാണോ നിങ്ങൾ പറയുന്നത്? എന്ത് മണ്ടത്തരം ഈ പറയണത്? നിങ്ങളെ ഷെയ്ഖ് ഇതും പറഞ്ഞിട്ടില്ലേ വളരെ വ്യക്തമായി? ഷെയ്ഖുൽ ഇസ്ലാം നിങ്ങൾ വിശേഷിപ്പിക്കുന്ന ഇബ്നു തൈമിയ അദ്ദേഹത്തിന്റെ കോലത്തിൽ ജിന്ന് പോയി അല്ലേ? അതുപോട്ടെ, ആ മജ്മൂ ഫതാവ 1944-45 പേജ് എടുത്തു നോക്കി. അവിടെ കാണാം വൽ ജിന്നു യതസവ്വറൂന ഫീ സുവരിൽ ഇൻസി വൽ ബഹാഇമി വയതസവ്വറൂന ഫീ സുവരിൽ ഹയ്യാതി വൽ അഖാരിബി. എന്താ ഇത്ര ഭംഗിയായിട്ട് മൂപ്പര് പറഞ്ഞു? ജിന്ന് മനുഷ്യരൂപത്തിൽ വരും. മനുഷ്യരൂപം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഏതെങ്കിലും ഒരാളുടെ രൂപത്തിലാ. മനുഷ്യരൂപം എന്ന് പറഞ്ഞാല് മനുഷ്യന്റെ ഏതെങ്കിലും ഒരാളുടെ രൂപത്തിൽ ജിന്ന് പ്രത്യക്ഷപ്പെടാറുണ്ട്. നാൽക്കാലികളുടെ രൂപത്തിലും ജിന്ന് പ്രത്യക്ഷപ്പെടും. അത് പ്രത്യക്ഷപ്പെടൽ സർവ്വസാധാരണമാണ്. ഇബ്നു തൈമിയ പറഞ്ഞു. പേരോട് ഉസ്താദിന്റെ തൈക്കണ്ട് ഉസ്താദിന്റെ ഗോളത്തിൽ മാത്രം വരില്ല എന്ന് ജിന്നുകൾ നിങ്ങളോട് പറഞ്ഞോ? എനിക്ക് മനസ്സിലാവണില്ല. ജിന്നുകൾ നിങ്ങളോട് പറഞ്ഞോ? ഇനി കേട്ടോളൂ. മൂപ്പര് മിസറിലായ സമയത്ത് മിസറിൽ മൂപ്പര് ഇതിന്റെ ഉള്ളില് മൂപ്പര് ഏകദേശവും പിന്നെ ജയിലിന്റെ ഉള്ളിലായി. മൂപ്പര് ഏകദേശവും ജയിലിന്റെ ഉള്ളിലായിരുന്നു. അവിടെ ഭരണാധികാരികൾ പിടിച്ചുകൊണ്ടുപോയി ഉള്ളിലിടും. ഇതിന്റെ തൽക്കാലം നിങ്ങളെ ഷെറ് സഹിക്കാൻ വയ്യ, അതിൻ്റെ ഉള്ളിൽ കിടന്നോന്ന് അറിഞ്ഞാണ്ട് നമ്മളെ മറ്റേ ദജ്ജാലിനൊക്കെ പറിച്ചോൻ പൂട്ടിയല്ലേ, അതേമാതിരി ഭരണാധികാരികൾ പൂട്ടിയിടലായിരുന്നു മൂപ്പരെ പതിവ്. അങ്ങനെ പൂട്ടിയിട്ട് ഇതിനുള്ളിൽ ഇങ്ങനെ കുത്തിരിക്കുമ്പോ ഉണ്ടായ ഒരു സംഭവം മൂപ്പര് പറയാണ്, ഇന്റെ കോലത്തിൽ ജിന്ന് പോയി. ആരുടെ അടുത്തേക്ക്? അമീറിന്റെ അടുത്തേക്ക് ഇന്റെ കോലത്തിൽ ജിന്ന് പോയി. മനസ്സിലായോ? ഇന്റെ കോലത്തിൽ ജിന്ന് പോയി. ഞാനാണെങ്കിലോ പുറത്തു പോയിട്ടില്ല, ഞാനാ ഹദീസിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ കോലത്തിൽ പോയത് ജിന്നാണ്. ഇബ്നു തൈമിയ ഫതാവ പറയാ 1392 വളരെ വ്യക്തമായി. അപ്പൊ ഇബ്നു തൈമിയന്റെ കോലത്തിൽ പോയാൽ കുഴപ്പമില്ല. അത് തൈക്കണ്ട് സ്ഥാന്റെ കോലത്തിൽ പോകാൻ പറ്റില്ല. അത് നിങ്ങളെ നേതാവാകുമ്പോ ജിന്നിന്റെ കോലത്തിൽ പിന്നെ ഓലെല്ലാം കോലത്തിൽ പോവാ, ഓലെല്ലാം മജ്‌ലിസിൽ പങ്കെടുക്കുക. അതിനൊന്നും ഒരു തരക്കേടുമില്ല അല്ലേ? ഇതെന്ത് ന്യായമാണ്? എന്നിട്ട് ഇത് ഭ്രാന്താണ്, മണ്ടത്തരാണ്, പൊട്ടത്തരാണ് എന്ന് പറഞ്ഞിങ്ങനെ ഇതാക്കുക. ഇത് കേട്ടിട്ട് കുറച്ചാളുകൾ മുന്നിന്ന് ചിരിക്കുകയും ചെയ്യുക. ഞാൻ ആലോചിച്ച് നോക്കുക, ഈ മണ്ട ശിരോമണികള് നിങ്ങൾക്ക് നിങ്ങളെ നേതാക്കന്മാരെ പോലും അറിയില്ല. ഈ പറയുന്ന ഈ മൗലവിക്കും അറിയില്ല. അല്ല, ഈ ഷാർജക്കാരൻ ഈ മണ്ടം മൗലവിക്ക് ഈ വിഷയത്തിലൊന്നും ഒരു ദഹലുമില്ല. നിങ്ങൾ ആദ്യം അത് മനസ്സിലാക്കണം. എങ്ങനെയാ ദഹലുണ്ടാവുക? ഇവര് നോക്കണ ഏതാ അറിയോ? ഇവര് നോക്കണ കിതാബ് ഏതാ അറിയോ? നിങ്ങൾ കേട്ടോളി. ഞാനെല്ലാം കൂടി കുറച്ചങ്ങോട്ട് പറഞ്ഞു പോയാൽ എനിക്ക് കുറെ പറയാനുണ്ടാവും. മൂപ്പരൊക്കെ നോക്കുന്നത് മറ്റേ ആള് ഡോക്ടറേറ്റ് എടുത്ത് ആരെ കിതാബ് നോക്കിയിട്ട് അറിയോ? അൽബാനി എന്നല്ല, കൽബാനി. മൂപ്പര കിതാബ് നോക്കിയിട്ടാണ് ആര് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത്? സക്കരിയ ഡോക്ടറേറ്റ് എടുത്ത്. ആ ചങ്ങായിന്റെ കിതാബുകളാണ് ഇവരിങ്ങനെ റെഫർ ചെയ്യുന്നത്. ആ കിതാബിന് ഇതൊന്നും കിട്ടൂല എന്റെ വാവേ. കാരണം എന്താ അറിയോ? ആ കിതാബ് കിട്ടണമെങ്കിൽ വേറെ കുറെ കാര്യങ്ങൾ കിട്ടും. എന്ത്? സഹീഹുൽ ബുഖാരി മദ്സൂസ എന്ന് പറഞ്ഞ ഒരാളെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ലോകത്ത്? ഇവര് ഇമാമെന്നും പറഞ്ഞ് കൊണ്ടുനടക്കുന്ന ആളാണ്. സഹീഹുൽ ബുഖാരിയിൽ കടത്തിക്കൂട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാനായ ഇമാം ബുഖാരി അറിയാത്ത ഒരുപാട് സംഭവം സഹീഹുൽ ബുഖാരിയിൽ വന്നിട്ടുണ്ട് എന്നാണ് അൽബാനിക്കാരൻ പറഞ്ഞത്. ഇതിനാ എന്നെ കൊണ്ട് പറയിപ്പിക്കണേ. അത് കേട്ട് കഴിഞ്ഞാല് നമ്മളെ മറ്റേ ഈ ചങ്ങായിമാരുണ്ടല്ലോ, മറ്റേ എന്താണ് മറ്റേ വടക്കുകൾ, വേറൊരു വടക്കുകളുണ്ടല്ലോ, സുല്ലമി പാർട്ടി, ഓർക്ക് കുറച്ച് ആഘോഷിക്കാം. നിങ്ങളെ നേതാക്കന്മാർ ചെയ്തു വെച്ച പണിയാണിത്, ഈ വിഡ്ഢിത്തം അല്ലേ? സഹീഹുൽ ബുഖാരി മൂപ്പര ഫതാവയിലേ ഈ പിന്നെ അൽബാനിന്റെ ഫതാവ മൂപ്പരോടൊരു ചോദ്യം. അല്ല,
കുല്ലു ഷൈഇൻ ഹാലികുൻ ഇല്ലാ വജ്ഹുഹു എന്ന് ഖുർആനിലെ ആയത്ത് ഇമാം ബുഖാരി സഹീഹിൽ തഅ്വീൽ ചെയ്യുന്നത് കാണുന്നത് ഇല്ലാ മുൽക്കുഹു എന്നാണല്ലോ. അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന ചോദ്യത്തിന്റെ മറുപടി മൂപ്പത് എന്താ? ഒരു മുഅ്മിൻ അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഇമാം ബുഖാരി ആരാ? നിങ്ങൾ പറയണം, ഒരു മുഅ്മിൻ അങ്ങനെ പറയുവോ എന്നാണ് മൂപ്പര് ഒന്നാമത്തെ മറുപടി. അതിന് ഒരു മുഅ്മിൻ അങ്ങനെ പറയാൻ പറ്റുമോ? അപ്പൊ ഇമാം ബുഖാരി പറയണം, മുജാഹിദീങ്ങൾ പറയണം. നിങ്ങൾ തലമക്കൊണ്ടാക്കുന്ന നേതാക്കന്മാരെ കോലായത് ഇമാം ബുഖാരി ആരാന്നാ? ഒരു മുഅ്മിൻ അങ്ങനെ പറയാനാവൂലേ? അപ്പൊ ഇമാം ബുഖാരി ആരാ? ഒന്ന് അവിടെ എക്കട്ടെ. എന്നിട്ട് പറയാണ് അത് ഇമാം ബുഖാരി അറിഞ്ഞിട്ടുണ്ടാവാൻ സാധ്യതയില്ല, ഇമാം ബുഖാരി അങ്ങനെ എഴുതാൻ ഒരു സാധ്യത ഇല്ല എന്നാണ് നമുക്ക് തിരിയുന്നത്. എന്ന് പറഞ്ഞാല് ഇമാം ബുഖാരി എഴുതിയിട്ടില്ല, പിന്നെ ആരോ എഴുതിയത്? അതിന് ശേഷം ആരോ കടത്തിക്കുട്ടിയാണ്. അല്ലപ്പ എന്റെ അർത്ഥം അത് തന്നെയല്ലേ ചങ്ങായി മദ്സൂസ് കൈകടത്തപ്പെട്ട ഗ്രന്ഥാണ്. ഏത്? സഹീഹുൽ ബുഖാരി. അത് മാത്രം പറഞ്ഞ് നിർത്തിയോ? പച്ച കള്ളത്തര എത്രയോ എഴുതിയത്. റഹ്മാനെ, അതിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ അത് വിശാലമായ ഒരു ബഹറ, സഫാഹത്തിന്റെ ബഹറ്. മനസ്സിലായോ? സഫാഹത്തിന്റെ ബഹറാണത്. ഞാൻ അതിലേക്ക് പോണില്ല. അതൊരു ബഹറ. ആരും വായിച്ചേക്കരുത് ഫതാവ അൽബാനി, ആരും വായിക്കരുത്. കാരണം എന്താ അറിയോ? അത്രയും മണ്ടത്തരങ്ങൾ മാത്രമുള്ളൊരു കിതാബാണത്. സഹീഹുൽ ബുഖാരിയിൽ ലഈഫ് ഉണ്ടെന്ന് പറഞ്ഞതിനാണ് അത്ര സലാം സുല്ലമിയെ ഇവര് പുറത്താക്കിയത്. നിങ്ങൾ കേൾക്കണം. എന്നാ ആദ്യം പുറത്താക്കണം അൽബാനിനെ. അൽബാനി എത്ര ഹദീസ് ലഈഫാക്കിയിട്ടുണ്ട്? എത്ര ഹദീസ് സഹീഹുൽ ബുഖാരിയിലുള്ള എത്ര ഹദീസ് ലഈഫാക്കിയിട്ടുണ്ട്? നിഷേധിക്കാൻ പറ്റും നിങ്ങൾക്ക്? നിഷേധിക്കാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ നിങ്ങളെ കുടുംബത്തോട് കൂടെയുള്ള പരിപാടിയാണ് വഹാബികളെ. നിങ്ങളെ കുടുംബത്തോട് കൂടെയുള്ള പരിപാടിയാണിത്. കാരണം നിങ്ങൾക്ക് രേഖയില്ല. ഇപ്പൊ നിങ്ങൾ കേട്ടില്ലേ, യാ ഇബാദല്ലാഹി അഈനൂനി, ഒരു ഹദീസാണ് ഇവരാകെ ചർച്ചയാക്കിയത്, ഇവരാകെ നാട്ടമുട്ടിയത്. എന്നാൽ ലോക പണ്ഡിതന്മാരിൽ ആരെങ്കിലും ഒരാൾ, അത് പൂർവിക ഇമാമിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ലഈഫാന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ അതാരാ ലഈഫ്? അത് ഇമാം കെൽബാനി. അത് ഇമാം കെൽബാനി ലഈഫാക്കിയിട്ടുണ്ട്. വേറെ ആരും ഈ ഹദീസ് ലഈഫാക്കിയിട്ടില്ല. അത് ശരി. അപ്പൊ ഇമാം കെൽബാനിയാണ് ലഈഫാക്കി. മൂപ്പർക്ക് സഹീഹുൽ ബുഖാരിയിൽ ഹദീസ് പോലും പുച്ഛല്ലേ? അങ്ങനത്തെ മൂപ്പരെയാണോ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കേണ്ടത്? മണ്ടനാണത്, മണ്ടൻ. ആ ചങ്ങാനൊക്കെ തലയിലേറ്റി കൊണ്ടു നടക്കുക, എന്നിട്ട് പറയുക നേതാവാണ്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന എന്താ അറിയോ, നിങ്ങളെ നേതാക്കന്മാർക്ക് ജിന്നി വരാ, ചെയ്ത്താൻ വരാ, അടിച്ചികിത്സ നടത്താം, എല്ലാ തേങ്ങാക്കൊലയും നടത്താം. അത് തൈക്കന്റെ ഉസ്താദിന് ഉണ്ടായിപ്പോയാ അത് പറ്റൂല. അത് പേരോട് ഉസ്താദ് പറഞ്ഞു പോയാ അത് പറ്റൂല. ഇതെന്തൊരു അർത്ഥത്താപ്പ ഇത്? നിങ്ങളെന്താ വ്യക്തിപൂജ നടത്തുന്നുണ്ടോ? നിങ്ങൾ മനുഷ്യന്മാരെ ഇലാഹാക്കി ചിത്രീകരിക്കുക. ഒരാൾക്ക് പറ്റൂല, മറ്റൊരാൾക്ക് പറ്റൂ, അവരെന്താ നിങ്ങൾ പൂജിച്ചുകൊണ്ട് കിടക്കണ്ട? ആദ്യം മനസ്സിലാക്കണം ഈ വിഷയോ. ഏറെ ആ ചങ്ങാതിക്ക്, ആ പറഞ്ഞ മണ്ടന് ഈ വിഷയത്തിലൊന്നും ഒരു ദഹലും ഇല്ല. അവർ നിങ്ങളെ പറ്റിച്ചതാണ്, ഒരു വിഷയം അറിയില്ലന്. അങ്ങനെ ഒന്നും അറിയാതെ, ഒരു വിഷയം അറിയാതെ എന്തെങ്കിലുമൊക്കെ പറയാ, എന്നിട്ട് ആൾക്കാരെ കളവ് പറഞ്ഞ് ചിരിപ്പിക്കുക എന്നല്ലാതെ അതിലപ്പുറം ആ മരമണ്ട മൗലവിക്കൊന്നും അറിയില്ല. എനിക്ക് മനസ്സിലായൊരു വിഷയമാണത്. നിങ്ങൾ ചിന്തിച്ചു നോക്കണോ? ഇപ്പോ ബഹുമാനപ്പെട്ട കുമ്മോൽ ഉസ്താദിനോട് ചോദിച്ച ചോദ്യം, ആ ചോദ്യത്തിന് ഇബ്നു തൈമിയ്യയുടെ മറുപടി, അതുപോലെ തന്നെ മറ്റേ ഈ ഇബ്നു കസീറിന്റെ മറുപടി, എന്ത് പറയാനുണ്ട് നിങ്ങൾക്ക്? ഇബ്നു കസീർ ഇബ്നു തൈമിയ്യ പറഞ്ഞിട്ടുണ്ട് മറ്റൊരിൽ നിന്ന് അങ്ങനെ കിട്ടലുണ്ട്, അങ്ങനെ കിട്ടലുണ്ട്, സഹായം കിട്ടലുണ്ട്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പിന്നെ നിങ്ങൾ ആ ചോദ്യം അപ്രസക്തല്ലേ? അത് മാത്രോ? അത് പിന്നെ അടുത്ത് പോയി ചോദിച്ചാലേ കിട്ടൂ എന്ന് പറയാൻ പറ്റൂല. അടുത്ത് പോയി ചോദിച്ചാലേ കിട്ടൂ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ? അതിന് ഇബ്നു തൈമിയ്യ പറയുന്നുണ്ട്. ഏത്? വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അർവാഹ് വഫാത്തായതിനു ശേഷമുള്ള അർവാഹിന്റെ അവസ്ഥ മലായികത്തിന്റെ അവസ്ഥയ്ക്ക് തത്തുല്യമാണ്. ഇബ്നു തൈമിയ്യ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, അല്ലേ? فإن أمر الأرواح من جنس أمر الملائكة في اللحظة الواحدة تصعد وتهبط كالملك ليست في ذلك كالبدن وقد بسطت الكلام على أحكام الأرواح بعد مفارقة الأبدان في غير هذا الموضوع. വളരെ വ്യക്തമായിട്ട് മുപ്പർ പറയുന്നു, വഫാത്തായതിനു ശേഷം മഹാരഥന്മാരായ ആളുകളുടെ അർവാഹിന്റെ അവസ്ഥ
മലായിക്കത്തിന്റെ അവസ്ഥക്ക് സമാനമാണ്. സെക്കൻഡ് വാഹിദ് മൈക്രോ സെക്കൻഡ് വാഹിദിൽ എന്ത് ചെയ്യാം? ആകാശത്തിലേക്ക് കയറിപ്പോവാനും ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരാനും ബഗ്ദാദിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാനും ഇന്ത്യയിൽ നിന്ന് ബഗ്ദാദിലേക്ക് പോകാനും കോഴിക്കോട്ട് നിന്ന് സൗദിയിലേക്ക് പോകാനുമുള്ള കഴിവ് അവരുടെ അർവാഹിന് ലഭ്യമാണ്. ഇത് ഇബ്നു തൈമിയ്യ അദ്ദേഹത്തിന്റെ മജ്മുഇൽ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് അതിനും വകുപ്പില്ല. ഇതൊക്കെ നിങ്ങളെ നേതാക്കന്മാർ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. മൂപ്പർക്ക് പിരാന്താണെങ്കിലും ഇടക്കിടക്ക് പിരാന്തന്മാരും പറയുമല്ലോ കാര്യങ്ങൾ, അതിൽ പെട്ടതാണ് ഇതൊക്കെ. മനസ്സിലായോ നിങ്ങൾക്ക്? എന്നിട്ട് പിന്നെയും ഈ ചോദ്യം ഇങ്ങനെ ആവർത്തിക്കുക. കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കുക അത് സംഭവമാണ്. ഈ സംഭവം എന്താ അറിയോ? വഹാബി നേതാക്കന്മാരുടെ അഭിപ്രായങ്ങൾ പോലും അറിയാതെ പറയുന്ന കേവല വിഡ്ഢിത്തങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട സഖാഫി ഉസ്താദ് ഓസ്ട്രേലിയ ഉസ്താദ് ഇവിടെ ഉണ്ടല്ലോ. ഉസ്താദിന്റെ ടെക്സ്റ്റ് ഇവിടെ കണ്ടിരുന്നു ഞാൻ. ഉസ്താദ് ഒന്ന് റൈസാൻഡ് ചെയ്താൽ തരക്കേടില്ലായിരുന്നു. ഞാൻ പിന്നെ അതിന്റെ ഇടയിൽ കുമ്മോളിസ്ഥാന് പോകേണ്ടേ കൊണ്ട് വന്നതാണ്. ഇതാണ് കോലം, വഹാബിസത്തിന്റെ കോലം. ആ ക്ലിപ്പ് ആരെങ്കിലും കയ്യിലുണ്ട് അതാനും കിട്ടേണ്ടി. ആ ക്ലിപ്പ് എനിക്ക് പിന്നെ ഇത് ഡൗൺലോഡ് ചെയ്യാൻ അറിഞ്ഞൂടാ, ഉള്ളത് പറയാൻ. ആ ക്ലിപ്പ് ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ട് പറിച്ച് ചീന്തല്. അത് ശരി. ഈ മൗലവിമാരുടെ കോലം. എന്നിട്ട് ഞാൻ അതിന്റെ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് കുറെ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതൊക്കെ കേട്ടിട്ട് മുന്നിലുള്ള കുറെ സുഫഹാക്കൾ ചിരിക്കുകയാണ്. കാരണം അവർക്ക് കാര്യം അറിയില്ല. അവർക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ചിരിയാവില്ല. സ്വാഭാവികം. അവരെ പഠിപ്പിച്ചു കൊടുക്കേണ്ട ആളുകളാണെങ്കിൽ ഈ കെത്തുമാനുൽ ഹക്കിന്റെ ആളുകളാണ്. സത്യം മറച്ചു വെക്കുക, അസത്യം മാത്രം പ്രചരിപ്പിക്കുക അല്ലേ? അവര് സത്യം പറയൂല, ആ സത്യം മാത്രം പ്രചരിപ്പിക്കുക. അല്ലാഹു തആല എന്തായാലും ഈ വഹാബിസത്തിന്റെ ഷർറിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ മൈക്ക് റിലീസ് ചെയ്യുന്നു. ചോദ്യകർത്താക്കൾക്ക് വീണ്ടും മൈക്കിലേക്ക് സ്വാഗതം.